ഒരു മലയാളി എന്നുള്ള തരത്തിൽ അഭിമാനത്തോടെയല്ല ഞാൻ പറയുന്നത്, ദുഃഖത്തോടെ ഖേദത്തോടെ പറയട്ടെ, കേരളത്തിൽ ജംഗിൾ രാജ് പലയിടത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് അവസാനിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജനാധിപത്യം ഇല്ലാതാകും. യേശുദാസ് പാട്ട് പാടുന്ന പോലെ പാടുന്നേ, ഞാൻ അങ്ങ് തട്ടിക്കളയും. എന്താ പറഞ്ഞേ? തട്ടിക്കളയൂന്ന് എന്താ പറയുന്നേ? ഇതെന്താണ് ഈ രാജ്യത്ത് പിന്നെ ജംഗിൾ രാജ് അല്ലാതെ എന്ത് നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ടി.എൻ. ശേഷനോട് ചോദിച്ചു, അങ്ങേക്ക് ഇത് എങ്ങനെ ഇതിന് ധൈര്യം വന്നെന്ന് പറഞ്ഞു. എന്ത് വകുപ്പ് പ്രകാരമാണ് അങ്ങേക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യം വരുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ അച്ഛൻ എനിക്ക് ശക്തമായൊരു നട്ടല് തന്നിട്ടുണ്ട്. വോട്ട് ചോരിക്ക് വേണ്ടി വലിയ ഒരു സമരം ഇനിയും നടത്താൻ പോവുകയാണ് രാഹുൽ ഗാന്ധി. ഡിസംബർ 14 അഖിലേന്ത്യാ സമരം. ആ സമരം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മൊറാഴയിലോ ആന്തൂരിലോ നടത്തണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ആ സമരം ഇവിടെയാണ് തുടങ്ങേണ്ടത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഏറ്റവും പവിത്രമായ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. വോട്ട് രേഖപ്പെടുത്തുന്നു, നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോകുമ്പോൾ സ്ഥാനാർത്ഥികൾക്കെതിരെ ഭീഷണിയുമായി പ്രബലർ രംഗത്ത് വരുന്നത് വലിയ വാർത്തയായിരിക്കുകയാണ്. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതിനിടെ ചിലയിടത്ത് തങ്ങൾക്ക് അനിഷ്ടമുള്ളവർ പത്രിക നൽകുമ്പോൾ അതിനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നു. എവിടേക്കാണ് നമ്മുടെ നാടിന്റെ പോക്ക്? കാരണം ഇതൊക്കെ ഒരു കാടത്തം, സംസ്കാരമില്ലാത്ത പ്രവൃത്തി എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാവുന്നവയാണ്. ഈ പ്രവൃത്തിയിലേക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നു? പരാജയ ഭീതി അത്രമേൽ അവരെ ഭരിക്കുന്നുവോ? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു സംശയം. നമ്മളിപ്പോൾ എല്ലാത്തിലും നമ്പർ 1 ഈ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട പ്രക്രിയ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു രീതി നടക്കുന്നത്. എനിക്ക് തോന്നുന്നു നിരവധി സ്ഥലത്ത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനിടെയാണ് ചില സ്ഥലത്ത് നിന്നും വധഭീഷണി സംബന്ധിച്ചുള്ള കാര്യവും വരുന്നത്. കേരളത്തിൽ ബീഹാറിലെ പോലെ ജംഗിൾ രാജ് വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട വിധത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ മാറിപ്പോയി എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഒരു മലയാളി എന്നുള്ള തരത്തിൽ അഭിമാനത്തോടെയല്ല ഞാൻ പറയുന്നത്, ദുഃഖത്തോടെ ഖേദത്തോടെ പറയട്ടെ, കേരളത്തിൽ ജംഗിൾ രാജ് പലയിടത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് അവസാനിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജനാധിപത്യം ഇല്ലാതാകും. ഇത് നമ്മുടെ യുവതലമുറയെ നമ്മൾ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഉപകരിക്കുക. വളരെ നിഷ്കളങ്കരായ ചില പെൺകുട്ടികൾ സ്ഥാനാർത്ഥിയായി വരുന്നു. അവർക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കില്ല. ഒന്നുകിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടി മാറ്റും. തിരുവനന്തപുരത്ത് വൈഷ്ണയുടെ കാര്യം, അത് പിന്നെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. വേറൊരിടത്ത് സ്ഥാനാർത്ഥിയാവാൻ ചെന്നപ്പോൾ പറഞ്ഞു, താങ്കൾ മാത്രമല്ല, താങ്കളുടെ കൂടെ ഈ പിന്നെ കുടുംബശ്രീയുടെ കെയർ ഓഫിൽ പിൻവാതിലൂടെ നിയമനം കിട്ടിയ 28 പേരും പുറത്തു പോകുന്നു. ആ 28 പേരും ഫോൺ വിളിക്കുകയാണ് ആ കുട്ടിയെ, എങ്ങനെയെങ്കിലും ആശ നീ ഒന്ന് പിന്മാറിയില്ലെങ്കിൽ ഞങ്ങളുടെ പ്രത്യാശ നശിച്ചു പോകും, ഞങ്ങൾക്ക് കിട്ടിയ പിൻവാതിൽ നിയമനം ഇല്ലാതായി പോകും. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറണമെന്ന് തിരുവല്ലയിൽ പുളിക്കുന്നോ സ്ഥലത്തിൻ്റെ പേര്, പഞ്ചായത്ത്. അപ്പോൾ ഇത് 2 സ്ഥലത്തും ഇടതുപക്ഷം തന്നെയാണ്. ഇത് 2 സ്ഥലത്തും ഇടതുപക്ഷമാണ്. പിന്നെ മൊറാഴയിൽ, നമ്മുടെ പിന്നെ ആന്തൂരിൽ ഒക്കെ നടന്നിരിക്കുന്നത് ഇതുപോലെയല്ലേ, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുക. അഗളിയിലാണ് വധഭീഷണി ഉണ്ടായത്. അഗളിയിൽ വധഭീഷണി ആരെയാ കൊടുത്തിരിക്കുന്നത്? ഏരിയ സെക്രട്ടറിയെ, LC സെക്രട്ടറി, മുൻ ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പൊ മാറിയതേ ഉള്ളൂ, മനസ്സിലായില്ലേ? പാർട്ടിയിലൊന്നും ചേർന്നിട്ടൊന്നുമില്ല. അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. രാമകൃഷ്ണൻ പാർട്ടിയുടെ നിയമം അനുസരിച്ച് ഒരു ഏരിയ സെക്രട്ടറിയുടെ മുഖത്ത് നോക്കി LC സെക്രട്ടറി എന്താണെന്ന് ചോദിക്കുന്നത് പോലും വലിയ തെറ്റാണ്. കാരണം അത്രയ്ക്ക് ഹൈറാർക്കി, ആ ബഹുമാനം ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു ദിവസമെങ്കിലും സീനിയറായ ഒരു സഖാവിനെ ജൂനിയറായ സഖാവ് അനാവശ്യം പറയാൻ പാടില്ല. പക്ഷെ ആ പാർട്ടിയിൽ ഒരു നിയമം, ആ കീഴ്വഴക്കം പോയിട്ട് ഇപ്പം എന്ത് ചെയ്തല്ലോ ചോദിച്ചാൽ ഞാനും കൊന്നള കേട്ടോ, എന്താ പറഞ്ഞേ? തട്ടിക്കളയും. യേശുദാസ് പാട്ട് പാടുന്ന പോലെ പാടുന്നേ, ഞാൻ അങ്ങ് തട്ടിക്കളയും. എന്താ പറഞ്ഞേ? തട്ടിക്കളയൂന്ന് എന്താ പറയുന്നേ? ഇതെന്താണ് ഈ രാജ്യത്ത് പിന്നെ ജംഗിൾ രാജ് അല്ലാതെ എന്ത് നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ ഒരു DGP ഉണ്ടെങ്കിൽ ഇന്ന് നേരം വിളക്കുന്നതിന് മുമ്പേ അയാൾ അഴിക്കുള്ളിലാവണ്ടേ, ചങ്ങല വെക്കണ്ടേ? അത് ചെയ്യാനുള്ള ഒരു ആർജവം ഇവിടുത്തെ DGPക്ക് ഉണ്ടാകാതെ പോയെങ്കിൽ അതെന്തുകൊണ്ടാണ്? ഈ അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇല്ലാതെ പോയെങ്കിൽ അതെന്തുകൊണ്ടാണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ഞാനും പറയും, താങ്കളും പറയും.
നമുക്കിവിടെ കാറില്ല, സ്റ്റേറ്റ് കാറില്ല, മന്ത്രിമന്ദിരമില്ല. നമ്മൾ ഷാഡോ മുഖ്യമന്ത്രിയല്ല. വി.ഡി. സതീശൻ ഷാഡോ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഈ ഖജനാവിൽ നിന്ന് പണം കൊടുത്ത് 30 പേഴ്സണൽ സ്റ്റാഫിനെയും വെച്ച് ഒരു വീടും കൊടുത്ത് ഒരു കാറും കൊടുത്ത് വിട്ടിരിക്കുന്നത് ഞാനും താങ്കളും പറയുന്ന പോലെ ഒരു കൊഞ്ഞനം കുത്ത് പറയാനല്ല. അദ്ദേഹത്തിന് പാടില്ല. അത് ചെയ്താൽ ഞാൻ ഈ നിമിഷം ഇവിടെ DGP ഓഫീസിൽ സത്യാഗ്രഹം കിടക്കും. DGP ഉടൻ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, ഇവിടുത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസർ, കമ്മീഷണർ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ, അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുമ്പിൽ പോയി കിടക്കണം. എങ്ങനെ എതിരാളി തിരഞ്ഞെടുക്കപ്പെട്ടു? എൻ്റെ ഒരു സ്ഥാനാർത്ഥി ഒപ്പിട്ടില്ല എന്ന് പറയുന്നു. അത് അവരുടെ ഒപ്പല്ല എന്ന് പറയുന്നു. അവര് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പ് വെച്ചാണ് ഒപ്പിട്ടത്. റിട്ടേണിംഗ് ഓഫീസർ ആദ്യം സമ്മതിച്ചു, പിന്നെ സമ്മതിച്ചില്ല. റിട്ടേണിംഗ് ഓഫീസർക്കും പേടി. റിട്ടേണിംഗ് ഓഫീസർ കിടുകിട വിറക്കുകയാണ്. അദ്ദേഹത്തിന്റെ കസേര മാത്രമല്ല, ഇരിക്കുന്ന മുറി കൂടെ വിറക്കുകയാണ് അദ്ദേഹത്തിന്റെ വിറയൽ കാരണം. അതായത് അവർ നോമിനേഷനിൽ ഒപ്പിട്ട് നൽകി. അപ്പോ CPM-കാർ ഒന്ന് പറയാൻ ഇത് നിങ്ങളുടെ ഒപ്പല്ല, ഇത് കള്ള ഒപ്പാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച. കാരണം അവരുടെ നോമിനേഷൻ കൊടുത്തവർ പിൻവലിച്ചില്ല. സാധാരണ ഇതിൽ ബാക്കിയുള്ളവരുടെയൊക്കെ നോമിനേഷനാണ് പിൻവലിക്കുന്നത്. ഇപ്പം ലിയോയെ ഇലക്ഷനിൽ നിർത്തണമെങ്കിൽ രണ്ടുപേരുടെ നോമിനേഷൻ വേണം. എൻ്റെ നോമിനേഷൻ വേണം. അപ്പോൾ എന്നെ വന്ന് വരട്ടുമ്പോൾ ഞാൻ പറയും, ലിയോ നിങ്ങളുടെ നോമിനേഷൻ ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കൂല, തള്ളും. അങ്ങനെ നോമിനേഷൻ തള്ളിയതായി പറയുന്നു. അത്രയും വലിയ അങ്ങനെയാണ്. ഇത്രയും അല്ല, 1,64,000 പേര് 23,000 ചില്ലുവാനും സീറ്റുകളിലേക്ക് മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു രാജ്യത്ത്, ആ ഒരു സംസ്ഥാനത്ത്, ആ ഒരു ജില്ലയിൽ, ആ പ്രദേശത്തെ ഒരു ജില്ലയിൽ മാത്രം ഒരു ഗ്രാമപഞ്ചായത്തിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത്? കണ്ണൂരിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴാണ് കോൺഗ്രസ് മിണ്ടാൻ തുടങ്ങിയത്. അതായത് തങ്ങളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ ഭീഷണി തങ്ങൾക്ക് നേരെ ഉണ്ടായി, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് ആ സമയത്ത് പറയാമായിരുന്നു. പറഞ്ഞില്ല. അപ്പോൾ ഇത് തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഈ ജീവനിൽ പേടിയുള്ളവരായിരിക്കും ചിലപ്പോൾ. ഈ വേറൊരു സംഭവം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. തിരുവനന്തപുരത്താണെങ്കിൽ തന്നെയും പറഞ്ഞത് TP ചന്ദ്രശേഖരനെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഒരു മുൻ ഇടതുപക്ഷ പ്രവർത്തകനും ഇപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ പ്രസ് ക്ലബിന്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ആ ആളിന് ഇടി കിട്ടി, കുനിച്ചു നിർത്തി ഇടിച്ചു. അത് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാർക്ക് മുന്നിൽ വെച്ചാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്. TN ശേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, TN ശേഷൻ ഇതുപോലെ ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ ചെയ്തപ്പോൾ 1995 എൻറ്റയർ ഇലക്ഷൻ ഞാൻ പോസ്റ്റ്പോൺ ചെയ്യുന്നു പറഞ്ഞു. ഒറ്റ ഇലക്ഷൻ നടത്താൻ സമ്മതിക്കുന്നു പറഞ്ഞു. അത് ജംഗിൾ രാജ് നടക്കുന്ന സമയത്താണ്. ജംഗിൾ രാജ് നിൽക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, അട്ടിമറിച്ച് ബൂത്ത് പിടിച്ച് പെട്ടി പൊട്ടിച്ച് തൻ്റെ സ്ഥാനാർത്ഥി നിർത്താനാണെങ്കിൽ ലാലു ഞാൻ ഇലക്ഷൻ മാറ്റിവെക്കും, എന്നാൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ഇലക്ഷൻ മാറ്റിവെച്ചു. 1992 മുഴുവൻ ഇലക്ഷനും മാറ്റിവെച്ചു. 95-ലാണെന്നോ 92-ലോ. അതുപോലെ തന്നെ പഞ്ചാബിൽ ഇലക്ഷൻ മാറ്റിവെച്ചു. എല്ലാം റെഡിയാണ്. ഒരു മനുഷ്യനും അതിന് ധൈര്യം വരില്ല. നമ്മുടെ സംസ്ഥാനം മുഴുവൻ 9-ാം തീയതി ഇലക്ഷൻ റെഡിയാകുന്നു, അല്ലെങ്കിൽ പകുതി സംസ്ഥാന ഇലക്ഷൻ റെഡിയാകുന്നു. അന്ന് രാത്രി ഇവിടുത്തെ ഇലക്ഷൻ്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് പറയാൻ പറ്റുമോ, നോ സ്റ്റോപ്ഡ്, ഇത് മുഴുവൻ ഞാൻ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവില്ല. TN ശേഷനോട് ചോദിച്ചു, അങ്ങേക്കിത് എങ്ങനെ ഇതിന് ധൈര്യം വന്നെന്ന് പറഞ്ഞു. എന്ത് വകുപ്പ് പ്രകാരമാണ് അങ്ങേക്കിത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യം വരുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ അച്ഛൻ എനിക്ക് ശക്തമായൊരു നട്ടല് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കിത് കഴിയുന്നത്. അങ്ങനെ നട്ടലുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ തട്ടിക്കളയും എന്ന് പറഞ്ഞത് ഇവിടുത്തെ മുഴുവൻ ചാനലുകളിലും പത്രങ്ങളിലും വന്നപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഒരു DGP ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ അറസ്റ്റിലാവണ്ടേ? ടെലിഫോൺ സംഭാഷണം പോലും എല്ലായിടത്തും കേട്ടു. എല്ലാവരും കേട്ട് തമാശ പോലെ, മോഹൻലാലിന്റെ ഡയലോഗ് പോലെ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഡയലോഗ് പോലെ ആൾ ആസ്വദിച്ചിരിക്കുകയാണ്. നാളെ നിന്റെ കഴുത്തിനും വെട്ടുവരും എന്ന് ഓർത്തോളുക. അതാണ് നമ്മൾ ജംഗിൾ രാജിനെ അനുകൂലിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത്. അത്രയ്ക്ക് ഭീകരമായ സിറ്റുവേഷൻ ഉണ്ടായി എന്ന് നമുക്കിവിടെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ജനാധിപത്യത്തിൻ്റെ ലെവലേശമെങ്കിലും ഉള്ളിടത്ത് ഭീഷണി പറ്റില്ല. ഇൻറ്റിമിഡേഷൻ എവിടെ നടക്കുന്നോ, അല്ലെങ്കിൽ നിങ്ങളെ വളച്ചൊടിക്കാൻ എപ്പോൾ ശ്രമിക്കുന്നോ അവിടെ ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ്. ശരിയാണ്. ജനാധിപത്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് രാജ്യത്തൊന്നും പിടിച്ചാൽ കിട്ടില്ല. ആംപ്യൂട്ട് ചെയ്ത് കളയേണ്ടതാണ്. നിങ്ങളുടെ വിരലിൻ്റെ അറ്റത്ത് ചോര എത്തുന്നില്ലെങ്കിൽ, രക്തഓട്ടം ഇല്ലെങ്കിൽ ആദ്യം ഇത് കറക്കും, പിന്നെ പഴുക്കും, പിന്നെ പുഴുക്കും. ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ ഇത് ആംപ്യൂട്ട് ചെയ്ത് കളയാൻ പറയും.
അങ്ങനെ നമ്മൾ സംസ്ഥാനങ്ങളെ ആംബ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങളായിട്ട് വെട്ടി വെട്ടി നമ്മൾ കളയേണ്ട അവസ്ഥയിലേക്ക് വരുന്നത് ഇതുകൊണ്ടാണ്. കാശ്മീർ സംഭവിക്കുന്നു, പഞ്ചാബ് സംഭവിക്കുന്നു, മറ്റു പലതും സംഭവിക്കുന്നത് ഇങ്ങനെ ആംബ്യൂട്ട് ചെയ്യപ്പെടുന്നു നമ്മുടെ സംസ്ഥാനങ്ങളെ. എന്തുകൊണ്ടാണ്? ഇവിടെയൊക്കെ അനാർക്കി വരുന്നു. അനാർക്കി ജനാധിപത്യമല്ല, അതിനെ മുളയിലേ നുള്ളണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് ഇമ്മീഡിയറ്റ് ആയിട്ട് കാറിൻ്റെ താക്കോലും വീടിൻ്റെ താക്കോലും കൊണ്ടുവന്ന് ടൂറിസം ഡയറക്ടറെയോ അല്ലെങ്കിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ്റെ സെക്രട്ടറിയോ ചീഫ് സെക്രട്ടറിയോ ഏൽപ്പിച്ചിട്ട് സോറി, എനിക്ക് ഇവിടുത്തെ പിന്നെ ഷാഡോ പ്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്ററായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, സോറി ഞാൻ പിൻവാങ്ങുന്നു എന്ന് പറയണം. അല്ലെങ്കിൽ അദ്ദേഹം പോയി സത്യാഗ്രഹം കിടക്കണം ഇവിടുത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ മുമ്പാകെ. ഇവിടെ നടക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു? ശേഷം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നേ. പഞ്ചാബിൽ ജ്യോതി ബാസു ഇതുപോലെ ഒരു ഇലക്ഷൻ നടത്തിയപ്പോൾ ബംഗാളിൽ ജ്യോതി ബാസു ഇതുപോലെ ഒരു ഇലക്ഷൻ നടത്തിയപ്പോൾ അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു മാഡ് ഡോഗാണ് ഇയാളെന്ന് പറഞ്ഞു. പിന്നെ പിന്നെ പേ പിടിച്ച പട്ടിയാണെന്ന് ശേഷനെ വിളിച്ചു. ജ്യോതി ബാസുവാണ് വിളിച്ചത്. ഇതൊക്കെ റെക്കോർഡിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തറിയാമോ? അദ്ദേഹത്തിനോട് ചോദിച്ചു, പത്രക്കാർ ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയാണ് സമാധാനമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഇഡ്ഡലി ദോശ ഉണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ തമാശ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഐ ഈറ്റ് കറപ്റ്റ് പൊളിറ്റീഷ്യൻസ്. ഇങ്ങനെയുള്ള പൊളിറ്റീഷ്യനെ തിന്നുക എന്നുള്ളതാണ് എൻ്റെ പണിയെന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. അതാണ് ഒരു ഇലക്ഷൻ കമ്മീഷണറുടെ ചുമതല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ലെജൻഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അത് ഇത്തരത്തിലുള്ള നട്ടലുള്ള ഒരു ഓഫീസറുടെ രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ലെജൻഡ് എന്ന് പറഞ്ഞതും അദ്ദേഹത്തിന് മുന്നിൽ മോസ്റ്റ് കറപ്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് പോലും വിറച്ചതും. അങ്ങനെ വിറപ്പിക്കാൻ കഴിയുന്ന ഒത്തിരി പേര് ഇവിടെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവരൊക്കെ ആസനം അവിടെ വെച്ച് സൂചിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് എണീക്കാൻ, ചടകുടഞ്ഞ് എണീക്കാൻ പഠിക്കണം. ഇവിടുത്തെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി അല്ല, അദ്ദേഹം ഒരു സിംഹമാണ്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അപാരമായൊരു അധികാരമുള്ളൊരു സിംഹമാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇത് കണ്ട അദ്ദേഹത്തിന് ഇടപെടാം. ഇന്നലെ കണ്ട അഴിമതികൾ കണ്ടാൽ ഇടപെടാം. കഴിയില്ല. കാരണം കഴിയില്ല എന്ന് പറഞ്ഞാൽ IAS ഓഫീസർമാരുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് സത്യസന്ധതയുടെ പേരിൽ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ വാർത്തകളിൽ ഇടം പിടിക്കുകയും ആർജവത്തിൻ്റെ പേരിലും സത്യസന്ധതയുടെ പേരിലും ആത്മാർത്ഥതയുടെ പേരിലും ഒക്കെ തന്നെ പേര് കേട്ടിട്ടുള്ള ഡോക്ടർ ബി അശോക്, N പ്രശാന്ത് IAS, ഇവരൊക്കെ പലപ്പോഴും ഇവരൊക്കെ തെരുവിലായി. ഒരാൾ തെരുവിലായില്ല, സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ അനാഥമായിട്ട് അടഞ്ഞു നടക്കുന്നുണ്ട്. കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ശ്രീ അശോക്. അതുപോലെ തന്നെ പ്രശാന്ത് തെരുവിലായിപ്പോയി. ഈ സസ്പെൻഷൻ സസ്പെൻഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഡിസ്മിസ് ചെയ്യണമെങ്കിൽ അവരുടെ അനുമതി വേണം. അതുകൊണ്ട് സബ്സ്റ്റൻസ് അലവൻസും ശമ്പളമൊക്കെ കിട്ടും അത്യാവശ്യത്തിന്. തിന്നു കുടിച്ച് സുഖമായിട്ട് പോവാം അദ്ദേഹത്തിന്. പക്ഷേ ചീഫ് സെക്രട്ടറി അങ്ങനെയല്ല. ചീഫ് സെക്രട്ടറി എന്ന് ഇപ്പൊ ഇവരെയൊക്കെ പുറത്താക്കാം, അടിച്ചു കളയാം. ചീഫ് സെക്രട്ടറി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ മൊറാഴയിലെ ഇലക്ഷൻ മാറ്റിവെക്കണം എന്ന് പറയാൻ ചീഫ് ഇലക്ടറൽ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനോട് പറയാൻ ചീഫ് സെക്രട്ടറിക്ക് അധികാരമുണ്ട്. അതിൻ്റെ പേരിൽ ഇവിടുത്തെ ക്യാബിനറ്റ് വിചാരിച്ചാൽ അദ്ദേഹത്തിന് പുറത്താക്കാൻ പറ്റില്ല. അതാണ് ഒരു ചീഫ് സെക്രട്ടറിയുടെയും റിട്ടയർഡ് ചീഫ് സെക്രട്ടറിയുടെയും ക്യാരക്ടർ വേണം. ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലെക്സ് വേണ്ട, പോസ്റ്റർ വേണ്ട. അല്ലാതെ ശേഷം ഒരിടത്തും ഫ്ലെക്സ് വെച്ചിട്ടല്ല അറിയപ്പെടുന്നത്. നമ്മുടെ ജനപ്രതിനിധികളെല്ലാം മനസ്സിലാക്കേണ്ടതാണ്. മഹാരാജാവ് ഉണ്ടാക്കിയതാണ്. യൂണിവേഴ്സിറ്റി ഇവിടുത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ഉണ്ടാക്കിയതാണ്. പക്ഷെ അവിടെ മൂത്രപ്പുരയ്ക്ക് MLA അല്ലെങ്കിൽ MP ഇന്നയാളുടെ പേരിൽ സ്ഥാപിച്ചതെന്ന് എഴുതും. അത് ആ കോളേജ് സ്ഥാപിച്ച മഹാരാജാവിൻ്റെ പേരില്ല. ഈ എഴുതി വെക്കുന്നവൻ അപമാനിതനാവുകയാണ്. ഒന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ മതി. ഒരു കൊല്ലത്തുകാരൻ, ഒരു വേണു എന്ന ഓട്ടോക്കാരൻ ചങ്ക് പൊട്ടി മരിച്ചപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് പറയാൻ ഇവിടുത്തെ വീണ ജോർജിന് കഴിഞ്ഞെങ്കിൽ വീണ ജോർജിന് ഫ്ലെക്സ് വെക്കണ്ട, ക്ലോസ് ഡൗൺ ചെയ്യാൻ പറയണ്ട. അവിടുത്തെ എൻറ്റയർ സ്റ്റാഫിന് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു, ഫ്രം സൂപ്രണ്ട് ടു പിന്നെ വാർഡൻ മുഴുവൻ പേരെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഒരു ഓർഡർ ഇറക്കാൻ അവർക്ക് എന്താ വിഷമം? ഒരു ഫ്ലെക്സും വേണ്ട. നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്യും, 10 വർഷം കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യും. ഇവിടെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, വീണ ജോർജ്. ഒരു വേണുഗോപാൽ എന്ന ആട്ടോക്കാരൻ
ഹൃദയം പൊട്ടി മരിച്ചപ്പോൾ ഡോക്ടർമാരുടെ അനാസ്ഥ കാണിച്ചതിന് മെഡിക്കൽ കോളേജിലെ മുഴുവൻ സ്റ്റാഫിനെ ട്രാൻസ്ഫർ ചെയ്ത ഒരു മഹതിയായ സ്ത്രീയായിരുന്നു എന്ന് പറയും ഞാനും നിങ്ങളും. അപ്പോൾ എന്തിനാ അവർ ഫ്ലെക്സ് വയ്ക്കുന്നത്? എന്തിനാ മൂത്രപ്പുരയെ കൊണ്ടുവന്ന് ഇത് ഞാൻ സ്ഥാപിച്ചതെന്ന് എഴുതി വയ്ക്കുന്നത്? അവരെഴുതി വെക്കേണ്ടത് അന്തരീക്ഷത്തിലാണ്. അന്തരീക്ഷത്തിൽ എന്നും നിൽക്കും. ചെയ്ത പ്രവൃത്തി ഇവിടെ നിൽക്കും. സത്യമേവ ജയതേ ധർമ്മമേവ ജയതേ എന്ന് പറയുന്നത് അതാണ്. അത് നിൽക്കും. ടി.എൻ. ശേഷൻ സത്യം ചെയ്തിട്ടുണ്ട്, ധർമ്മം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഒരു ഫ്ലക്സും ഇല്ലാതെ നമ്മൾ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ടി.എൻ. ശേഷൻ എന്തുകൊണ്ട് ടി.എൻ. ശേഷനായി നല്ല ഇലക്ഷൻ കമ്മീഷണറായി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം മുതൽ ഇവിടുത്തെ മുഴുവൻ അഡ്മിനിസ്ട്രേഷനും ഇവിടുത്തെ മുഴുവൻ പോലീസും എൻ്റെ കീഴിലായിരിക്കും. എൻ്റെ കീഴിൽ എന്ന് വെച്ചാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കീഴിലായിരിക്കും. ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് വെച്ചാൽ ഇവിടുത്തെ മുഴുവൻ അഡ്മിനിസ്ട്രേഷനും മുഴുവൻ പോലീസും നല്ല തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള അഴിമതികൾ, കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഏറ്റവും സംശുദ്ധമായിട്ട് വേണം, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണം നടത്തേണ്ടത്. ഒരു തിരിമറിയോ കള്ളത്തരമോ അവിടെ നടക്കാൻ പാടില്ല. ഇവിടെ ഈ SIR എന്നുള്ളൊരു പ്രക്രിയ നടക്കുന്നത് കൊണ്ടായിരിക്കും പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അസഹിഷ്ണുതയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് SIR-ന് വേണ്ടി അല്ലെങ്കിൽ കള്ളവോട്ടിന് വോട്ട് ചോരിക്ക് വേണ്ടി വലിയ ഒരു സമരം ഇനിയും നടത്താൻ പോവുകയാണ് രാഹുൽ ഗാന്ധി ഡിസംബർ 14-ന്. അഖിലേന്ത്യാ സമരം. ആ സമരം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മൊറാഴയിലോ ആന്തൂരിലോ നടത്തണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ആ സമരം ഇവിടെയാണ് തുടങ്ങേണ്ടത്. SIR-ന്റെ കാര്യത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, SIR കുറച്ചുകൂടി സാവകാശം നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് തന്നെയല്ലേ? കാരണം ഈ ഉദ്യോഗസ്ഥരും അധ്യാപകരും ഒക്കെ ഇതിൻ്റെ പേരിൽ സമ്മർദ്ദത്തിലടിപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചില സ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലിപ്പോൾ ഒരു സ്ഥലത്ത് CPM-ന്റെ ഭീഷണി മൂലം ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ആരോപണം വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്? ഒന്ന്, നിങ്ങളെ നിൽക്കാൻ സമ്മതിക്കില്ല. മോളിൽ നിന്ന് ഇത് ചെയ്യണമെന്ന് പറയുന്നു, സൈഡിൽ നിന്ന് യൂണിയൻകാരൻ പറയുന്നത് ചെയ്യരുതെന്ന് പറയുന്നു, വെളിയിലിറങ്ങുമ്പോൾ രാഷ്ട്രീയക്കാരൻ പറയുന്നത് ചെയ്യരുതെന്ന് പറയുന്നു. നിങ്ങൾ സമ്മർദ്ദത്തിലാവും. നിങ്ങൾ എന്നിട്ട് ഒരു സമ്മർദ്ദമേ പറയുള്ളൂ, അത് കളക്ടറെ വിളിച്ച് മര്യാദയ്ക്ക് അത് ചെയ്തോണം, ഇല്ലെങ്കിൽ ഞാൻ നിൻ്റെ CR-ൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിന്നെ ഞാൻ പണിഷ് ചെയ്യുമെന്ന് പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പുറത്ത് 2 പേര് ഇതുപോലെ അയാളെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പം 3 ഭീഷണിയുടെ പുറത്താണ്. യൂണിയൻകാരൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, എടാ അത് ചെയ്തു പോരുത്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരനും ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ചെയ്താൽ നിൻ്റെ കാല് വെട്ടും. ഇതിൽ ഏത് ഭീഷണിയുടെ പുറത്താണ്, അല്ലെങ്കിൽ ഈ 3-ൻ്റെയും കൂടെ പുറത്താണോ അയാൾ ആത്മഹത്യ ചെയ്തതെന്ന് ആലോചിക്കണം. ഇതൊന്നിനുള്ള ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവെന്ന് മലയാളിക്കില്ലാതായിരിക്കുന്നു. കാരണം ക്യാപ്സ്യൂളുകൾ നമുക്ക് വേണം. പഠിക്കുമ്പം കാണാതെ പഠിപ്പിച്ചാലുള്ളൊരു കുഴപ്പം അതാണ്. കാണാതെ പഠിപ്പിക്കുന്നവന് ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, എങ്കിലേ അവന് മനസ്സിലാവുള്ളൂ. അല്ലാതെ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വോട്ട് ചെയ്യാൻ കഴിയില്ല. സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റുന്നില്ല. സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഒരു പെറ്റീഷൻ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. 1000 പെറ്റീഷൻ ഒരാൾക്കെതിരെ പോയാൽ തന്നെ അയാൾക്ക് അവിടെ ഇരിക്കാൻ ഒക്കില്ല. ഒരു അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ, അഴിമതിക്കാരനായ പോലീസ് ഓഫീസർക്ക്, അഴിമതിക്കാരനായ ഒരു MLA-ക്ക്, ജനപ്രതിനിധിക്ക് 1000 പെറ്റീഷൻ പോയാൽ മതി. AK സെൻറ്ററിലേക്ക് അയച്ചാൽ മതിയല്ലോ. നിങ്ങളുടെ MLA ഇന്ന ആൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ 1000 പെറ്റീഷൻ അയച്ചോട്ടെ. ഗോവിന്ദ മാഷ് തന്നെ ഇടപെടും. എടാ നിന്നെ കൊണ്ട് എനിക്ക് വലിയ ശല്യമായാലും ഒന്ന് നീ രാജിവെച്ച് പോ. ഉറപ്പായിരിക്കും. പിന്നെ ഇടപെടാൻ പറ്റില്ല. കാരണം ഇങ്ങനെ കത്ത് വന്നുകൊണ്ടിരുന്ന എന്ത് ചെയ്യും? കത്ത് വരുന്നു, ഫോണിൽ ചീത്ത വിളിക്കുന്നു. ഇത് അമേരിക്കയിലൊക്കെ, ഈ യൂറോപ്പിലൊക്കെ അങ്ങനെയായിരുന്നു പറഞ്ഞാൽ, റോഡിൽ കുഴിയുണ്ടെങ്കിൽ അവർ നേരെ പെറ്റീഷൻ ഒന്നും കൊടുക്കില്ല. അവിടുത്തെ ഇപ്പം ഉദാഹരണത്തിന് PWD ചീഫ് എഞ്ചിനീയർ ആണെങ്കിൽ രാവിലെ മുതൽ ചീഫ് എഞ്ചിനീയറെ വിളിച്ച് ചീത്ത പറയും. എന്തിനാ അവിടെ ഇരിക്കുന്നത്, ഇറങ്ങിപ്പോവും, ഇവിടെ ഒരു കുഴി കിടക്കുന്നത് കണ്ടില്ലേ ചെയ്യും. ആദ്യത്തെ വിളിക്ക് തന്നെ അവർ ക്ലിയർ ആക്കും, പക്ഷെ വിളിച്ച് കൊല്ലും. അപ്പം നമ്മൾ വിചാരിച്ചാൽ സാധിക്കും, നമ്മളതിന് തയ്യാറാവണം. ഓരോ വ്യക്തിയും അതിന് തയ്യാറാണ്. നമ്മളിത് നമുക്ക് വരുമ്പോഴേ അതാണ്, മനസ്സിലായില്ലേ? എൻ്റെ സ്ഥാനാർത്ഥിത്വം പോകുമ്പോൾ ഞാൻ കരയും. എൻ്റെ പേരിൽ കള്ളക്കേസ് വരുമ്പോൾ ഞാൻ കരയും. എന്നെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് കൊണ്ടുപോകുമ്പോൾ ഞാൻ കരയും. അപ്പുറത്തെ അയൽപക്കക്കാരൻ കൊണ്ടുപോകുമ്പോൾ കരയില്ല. അത് നമ്മളിങ്ങനെ സ്വാർത്ഥത പഠിച്ചു പോയി. അത് അങ്ങനെ പഠിക്കാൻ നമ്മളെ ആളുകൾ പഠിപ്പിച്ചിരിക്കുന്നു. അതാണ് സിവിക് സെൻസ് ഇല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ജപ്പാനിലൊക്കെ പഠിപ്പിക്കുന്ന ആദ്യം സിവിക് സെൻസ് ആണ്. നിന്റെ വീട് എങ്ങനെയാണോ അതുപോലെ നിന്റെ നാട് ഇരുന്നില്ലെങ്കിൽ നിനക്ക് നിലനിൽപ്പില്ല എന്ന് അവനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അറിയാം, എൻ്റെ വീട് തകരുന്നതിനേക്കാൾ പ്രധാനമാണ് നാട് തകർന്നാൽ. സുന്ദരമായൊരു വീടുണ്ടായിട്ട് വീടിന് ചുറ്റും കത്തിക്കുത്തും ബോംബാരം നടക്കുമ്പോൾ എനിക്ക് അതിന് വെളിയിറങ്ങാവില്ല. ചിലപ്പോൾ അതിൽ നിന്ന് ചീള് തെറിച്ച് എൻ്റെ നെഞ്ചിലും വീണ് ഞാൻ ചത്തുപോകും. അപ്പോൾ സൊസൈറ്റിയെയാണ് നമ്മൾ ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ നേഷനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നേഷൻ എന്തിനെന്നല്ലേ ചോദിക്കുന്നത്? ദേശീയത എന്തിന്? അതാണ് ചോദിക്കുന്നത്.
ഓക്കെ. അപ്പൊ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അത് ഒരു പലപ്പോഴും അത്തരത്തിൽ ചില ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ആശ്ചര്യം തോന്നാറുണ്ട്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പോലും പലരും ഇപ്പോഴത്തെ 32 ബോംബുകൾ, കാർ ബോംബുകൾ 32 സ്ഥലത്ത് വന്ന് ഓപ്പറേഷൻ സിന്ദൂറിനേക്കാൾ വലിയ അപകടം ഇവിടെ ഉണ്ടാകാൻ പോയിട്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ആൾ ചോദിക്കുകയാണ്, നിങ്ങൾ വർഗീയവാദിയല്ലേ? എന്ത് മറുപടി പറയാനാണ്? അതാണ് നമ്മുടെ ആൾക്കാരുടെ, അതാണ് ഞാൻ പറഞ്ഞത്, ക്യാപ്സ്യൂളുകൾ കൊടുത്താലേ അറിയുള്ളൂ. ഇത് അവർ ചെവി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അല്ലടാ, ഈ രാജ്യം തകർന്നാൽ നിന്റെ വീട് തകരുന്നതിന് തുല്യമാണ്. നിന്റെ കുഞ്ഞ് ചിലപ്പം ബോംബെയിൽ ഇരിക്കുമ്പോഴായിരിക്കും ബോംബ് ഭീഷണിയുണ്ട്, ബോംബ് പൊട്ടുന്നത്. അപ്പം നിന്റെ കുഞ്ഞിന് മരണം സംഭവിക്കില്ല എന്ന് പറഞ്ഞു കൊടുത്താലേ അവന് മനസ്സിലാവുള്ളൂ. സ്വയം ചിന്തിക്കാൻ കഴിയുന്നില്ല. അതാണ് കാണാതെ പഠിച്ചാലുള്ള കുഴപ്പം. നമ്മൾ കാണാതെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് PM ശ്രീ ഇവിടെ വേണമെന്ന് പറയുന്നത്. കാണാതെ പഠിപ്പിക്കൽ മാത്രമല്ല, പ്രാക്ടിക്കൽ. അത് നരേന്ദ്രമോദി അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം PM ശ്രീയെ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. 8ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ ചായക്കടയിൽ തുടങ്ങി 75ാമത്തെ വയസ്സിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 3ാം ടേമിൽ ഇരിക്കണമെങ്കിൽ 8ാമത്തെ വയസ്സിൽ തുടങ്ങിയ റെസ്പോൺസിബിലിറ്റി ടേക്കിംഗ്, 8ാമത്തെ വയസ്സിൽ തുടങ്ങിയ ലൈഫ് ചലഞ്ച്, 8ാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രോബ്ലം സോൾവിങ്, അതാണ് അദ്ദേഹത്തിനെ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയത്. ഇത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെയാണ് മക്കൾ വളരേണ്ടത്, അല്ലാതെ സുഖിച്ചല്ല. ലോലിപ്പിപ്പം ചവച്ചുകൊണ്ട് അച്ഛൻ്റെ മടിയിരുന്നല്ല നീ വളരേണ്ടത്. ഭൂമിയിൽ ഈ മണ്ണിൽ ചവിട്ടി നിന്ന് ജീവിക്കാൻ പഠിക്കണം. അച്ഛൻ നാളെ മരിച്ചു, പക്ഷെ നിനക്ക് ജീവിക്കണമെങ്കിൽ നീ ഇത് പഠിക്കണം എന്ന് പറയാനുള്ള ആർജവം അച്ഛനുണ്ടാവണം, പഠിപ്പിക്കുന്ന അധ്യാപനം ഉണ്ടാവണം. അധ്യാപകർക്കാണ് കൂടുതൽ ഉണ്ടാവേണ്ടത്. അധ്യാപകർക്കൊന്നും സമയമില്ല. പക്ഷേ ഇപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ എല്ലാം ഒരു നെക്സസ് ആണ്. ഈ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും കറപ്റ്റ് പൊളിറ്റീഷ്യൻസും കറപ്റ്റ് ഉദ്യോഗസ്ഥരും, ഇത് എല്ലാവരും ഒരു നെക്സസ് ആണ്. ഞാൻ ചാതുർവർണ്ണ്യം പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ടോ അല്ലയോക്ക്? സർക്കാർ ഓഫീസിൽ ചാതുർവർണ്ണ്യം നിലനിൽക്കുകയാണ്. രാഷ്ട്രീയക്കാരൻ്റെ കൂടെ നിൽക്കുന്ന ട്രേഡ് യൂണിയൻ അവർ ബ്രാഹ്മണന്മാരാണ്. രണ്ടാമത്തേത് IAS IPS ഉദ്യോഗസ്ഥന്മാർ. അവരവരുടെ കാര്യം മാത്രം, വീരശൂര പരാക്രമികളായിരുന്നുകൊണ്ട് അവരുടെ കാര്യം മാത്രം സംരക്ഷിച്ച് അവരുടെ പ്രൊമോഷൻ മാത്രം നോക്കി പോകുന്നത്. മൂന്നാമത്തേത് വൈശ്യർ, കച്ചവടക്കാർ. അവർ, മറ്റേത് ക്ഷത്രിയർ. ഇത് മൂന്നാമത് വരുന്നത് വൈശ്യർ, കച്ചവടക്കാർ, കോൺട്രാക്ടേഴ്സ്. ആ കോൺട്രാക്ടേഴ്സാണ് പിന്നെ ഓഫീസ് ഭരിക്കുന്നത്. അവരാണ് നിശ്ചയിക്കുന്നത് എന്ത് വേണം. നാലാമത്തേത് ശൂദ്രൻ, സർക്കാർ ഉദ്യോഗസ്ഥൻ, ക്ലർക്ക്, പ്യൂണ്, മറ്റേ സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, എല്ലാം ശൂദ്രന്മാർ. ഈ ശൂദ്രന്മാർ കിടന്ന് വെള്ളം കുടിക്കുകയാണ്, മറ്റവരൊക്കെ സുഖിച്ച്. ഇതിൽ ചില ബുദ്ധിയുള്ള ശൂദ്രന്മാരെന്ത് ചെയ്യും? ബ്രാഹ്മണനാവും. എങ്ങനെ? ട്രേഡ് യൂണിയൻ നേതാവുമ്പോൾ, സർവീസ് സംഘടനാ നേതാവുമ്പം ഈ ശൂദ്രൻ നേരെ ബ്രാഹ്മണനാവും. അവന് പൂണൂല് വരും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എൻട്രി, ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ എൻട്രി, DGPയെ മേശക്കടിച്ച് ഇരിയിടാന്ന് പറയുന്ന അവസ്ഥ, ചീഫ് സെക്രട്ടറിയോട് മിണ്ടിപ്പോരെന്ന് പറയാൻ കഴിയുന്ന ശൂദ്രനുണ്ട് ഇവിടെ സർക്കാർ ഓഫീസിൽ. എങ്ങനെ? സർവീസ് സംഘടനാ നേതാവ് എന്നൊരു പൂണൂൽ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ല, പണ്ടൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ, ഒട്ടുമിക്ക അവസരങ്ങളിലും ഈ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരെ റിട്ടയർമെന്റിന് ശേഷവും നിലനിർത്താറുണ്ട്. പക്ഷേ ഒരാൾ പറഞ്ഞതാണ്, കഴിഞ്ഞ ഒരു നിരീക്ഷകൻ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ചില കീ പോസ്റ്റിലേക്കൊക്കെയുള്ള നിയമനം വരുന്നത് ചെരുപ്പ് നക്കികളെ. സത്യമാണ്, എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്. ചെരുപ്പ് നക്കികളെയാണ് 2ാം ടൈം കൊടുക്കുന്നത്. ആരൊക്കെ ചീഫ് സെക്രട്ടറി ആയാലും DGP ആയാലും 2ാം ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ പാദസേവ ചെയ്തിട്ടുള്ളവനാണെന്ന് ഞാൻ എഴുതിത്തരാം. അത് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞത് ആ ഒരു നിരീക്ഷണത്തിൽ വന്നതെന്ന് വെച്ചാൽ, കൃത്യമായി, അതായത് കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം. അപ്പോൾ ആ നിൽക്കാൻ പഠിച്ചവരെയാണ് കൂടുതലും പല സ്ഥലത്തും, അതായത് ലൂപ്പ് ഹോൾസ് അടച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ മിടുക്കരായിട്ടുള്ളവരെ പല സ്ഥലത്തും നിയമിച്ചിട്ടുണ്ട്. അവർക്ക് റിട്ടയർമെന്റിന് ശേഷവും കാലാവധി നീട്ടിക്കൊടുത്തിട്ടുണ്ടെന്നും പറയാം. ഉണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണ്? ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഈ അടച്ച ലൂപ്പ് ഹോളുകൾ മെഴുകു വെച്ചാണ് അടച്ചത്, അത് തുറക്കണം എന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഇല്ലെങ്കിൽ മുരാരി ബാബുവിന്റെ കൂട്ടി ജയിലിൽ പോകും. മുരാരി ബാബു ഇതുപോലെ പഴുതടച്ചതാണ്. സ്വർണത്തിനെ ചെമ്പാക്കി അതിങ്ങനെ ഓരോ തട്ടിലെഴുതി, അത് എസ് വയ്ക്കാൻ വാസു, എസ് വയ്ക്കാൻ പത്മകുമാറൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അകത്തായില്ലേ? ഇതുപോലെ ഈ മുൻ ചീഫ് സെക്രട്ടറിമാർ പലരും, DGPമാർ പലരും അകത്തായനെ താഴെ മിഡിലുള്ള ഉദ്യോഗസ്ഥന് നേരെ ഫയലിൽ എഴുതാൻ അറിയാമെങ്കിൽ. എല്ലാ ഉത്തരവുകളുണ്ടെന്നേ, ഗവൺമെൻറ് ഉത്തരവുകളുണ്ട്. ആ ഉത്തരവുകൾ സുവ്യക്തമാണ്. ഒരു ഗവൺമെൻറ് ഉത്തരവ് പോലും പാഴായിട്ടുള്ളതില്ല. ആദ്യത്തെ വാചകം ഇത് ഇന്ന നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഇന്ന വ്യക്തിയുടെ നന്മ, ഇന്ന വിഭാഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് ജിയോ തുടങ്ങുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ സാർ, ഇതൊക്കെ ഈ ഭീഷണിയൊക്കെ ആൾക്കാർ കാണുന്നു,
പണ്ടൊക്കെ ആണെങ്കിൽ ഒരു നാണക്കേടുണ്ടായിരുന്നു. അയ്യേ, ആൾക്കാർ അറിഞ്ഞാൽ എന്ത് ചെയ്യും. ഇപ്പോൾ ഈ ഭരിക്കുന്ന പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ തന്നെയും കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ തന്നെയും ഈ സ്ഥാനാർത്ഥി മോഹികളായിട്ട് വരുന്നവരാണെങ്കിൽ തന്നെയും സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നവരാണെങ്കിൽ തന്നെയും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ മോശപ്പെട്ട സമീപനം, മോശപ്പെട്ട പ്രവൃത്തിയൊക്കെ തന്നെ ജനങ്ങൾ അറിഞ്ഞാൽ ഉള്ള ആ ഒരു നാണക്കേടുണ്ടാകും എന്നുള്ളൊരു ബോധം ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. അതിന് കാരണം അന്തിച്ചർച്ചയാണ്. അന്തിച്ചർച്ചയിലൂടെ ദിവസവും നമ്മളെ പഠിപ്പിച്ചു. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ തെറ്റുകൾ ചെയ്യും, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാലും ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ DGP എന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ചെയ്യും, ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുള്ളടാ എന്ന് ദിവസവും അന്തിച്ചർച്ചയിൽ നമ്മൾ സർക്കാരിൻ്റെ പ്രതിനിധികളും സർക്കാരിൻ്റെ പാർട്ടിക്കാരും ഒക്കെ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ കുറച്ച് എതിർക്കാനായിട്ട് ഈ മാനക്കേടെന്ന് പറയുന്നത് അതിന് സ്ഥാനമില്ലാതായി. മാനക്കേടെന്ന് പറയുന്ന സംഭവമേ ഇല്ല. അതിപ്പം മാനം കെട്ടും പണം ഉണ്ടാക്കിയാൽ അപ്പണം മാനക്കേട് തീർത്തുകൊള്ളും, അല്ലെങ്കിൽ മാനം കെട്ടും സ്ഥാനം ഉണ്ടാക്കിയാൽ ആ സ്ഥാനം മാനക്കേട് തീർത്തുകൊള്ളും. പണവും സ്ഥാനവും ഈ മാനക്കേട് തീർത്തോളും. അതുകൊണ്ടാണ് DGPമാർ റിട്ടയർ ചെയ്താലും ഇറങ്ങാൻ മടി. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിമാർ റിട്ടയർ ചെയ്താലും ഇറങ്ങാൻ മടി. അങ്ങനെയാണ്. ഇപ്പൊ ഇന്ന് ശ്രീ ഗവായി ഒരു വലിയ കാര്യം പറഞ്ഞിരിക്കുന്നു. ആഫ്റ്റർ റിട്ടയർമെന്റ് ഞാൻ ഒരു പോസ്റ്റും സ്വീകരിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമാണ്, ശരീരം ശുദ്ധമാണ്, ആത്മാവ് ശുദ്ധമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് പറയാൻ തോന്നുന്നത്. വെളിയിൽ ഇറങ്ങി സാധാരണ പോലെക്കാരനെ പോലെ ജീവിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ അതിൽ അപ്പോൾ അദ്ദേഹത്തിനെ കൂടുതൽ പേര് ബഹുമാനിക്കും. ചില മണ്ടന്മാരാണ് വിചാരിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് കാറിൽ ഇങ്ങനെ ഫൂ എന്ന് പറഞ്ഞ് വന്നാൽ റിട്ടയർഡ് ചീഫ് സെക്രട്ടറി ഫൂ എന്നാണ് ആൾ പറയുന്നത്. എന്നിട്ടാണ് പിന്നെ കാണുമ്പോൾ സാറേ എന്ന് വിളിക്കുന്നത്. അത് അവന്റെ കാര്യം കാണാനാണ്. ഇതവർക്ക് അറിഞ്ഞൂടാ. സാറേ എന്ന് വിളിക്കും. എന്നിട്ട് ആദ്യം കാർക്കിച്ച് തുപ്പും. അവൻ വരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഗസ്റ്റ് ഹൗസിലൊക്കെ. സാറേ ആ പന്നയാൻ വരുന്നുണ്ട് കേട്ടോ എന്ന് പറയും. ഞാൻ ആരടാ? നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറിയെ. വരുമ്പോ അവന്റെ ആറ്റിറ്റ്യൂഡ് മാറും. സാർ കുനിഞ്ഞെന്ന് പറഞ്ഞാൽ 33 കശേരിക്കളും അങ്ങ് കുനിക്കുകയാണ്. കുനിഞ്ഞാണ് ഞാൻ എടാ നീയല്ലേ പന്നയാൻ വരുന്നെന്ന് പറഞ്ഞ്. അല്ല സാറേ അയാളുടെ മുമ്പ് വെച്ച് അങ്ങനെ ഇല്ലേ അയാൾ നമ്മളെ പണിതളയും. ഇത് അങ്ങനെ സാമാന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ അന്തിച്ചർച്ച നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പല അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മളിങ്ങനെ സാമാന്യവൽക്കരിക്കപ്പെടുകയാണ്. അപ്പോൾ ആൾ ചോദിക്കുക ഇതൊക്കെ തന്നെ ജീവിതം, ഇങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ വിദേശത്തൊക്കെ പോകണം. അങ്ങനെ വിദേശത്തൊക്കെ പോയിട്ട് വരുന്നവരാണ് ചിലർ പറയും ഇതല്ല ജനാധിപത്യം, ഇതല്ല ഡെവലപ്മെന്റ്. ഈ പൊട്ടക്കിണറ്റിലെ തവളയായിട്ടിരിക്കുമ്പോൾ ഇതൊക്കെയാണ് ജനാധിപത്യം, ഇതൊക്കെയാണ് ഭരണം, ഇതൊക്കെയാണ് വികസനം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ടാണ് ഓപ്പൺ ഐസ്, അതുപോലെ തന്നെ തിങ്കിങ് ബ്രെയിൻ. പഞ്ചഭൂതങ്ങൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെയും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനെ എല്ലാത്തിൻ്റെയും നന്മകൾ കണ്ടെത്താൻ, എല്ലാത്തിൻ്റെയും ശരിയായ വഴി കണ്ടെത്താൻ കഴിയുള്ളൂ. ഇത് പഞ്ചേന്ദ്രിയങ്ങളെ തകർക്കുന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഞ്ചാവ് കൊടുക്കുക, ചെയ്യാത്ത തെറ്റിന് മുദ്രാവാക്യം വിളിക്കാൻ, ചെയ്യാത്ത കാര്യത്തിന് മുദ്രാവാക്യം വിളിക്കാൻ സമ്മതിക്കുക, അനീതിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുക, അനീതിയെ നീതിയാണെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുക. അതിൽ പരം ഒരു തെറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനെ അതിജീവിക്കാൻ പഠിച്ചു? കാരണം കൊച്ചിലെ തന്നെ മുദ്രാവാക്യം വിളിക്കുന്നതിനാണ്. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ തെറ്റിനെ അനുകൂലിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാൻ പഠിക്കുന്നവൻ പിന്നെ വലുതായാലും തെറ്റ് കണ്ടാൽ അവന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇപ്പൊ പകലാണ്, ഇപ്പൊ രാത്രിയാണെന്ന് പറയുമ്പോൾ കണ്ണിനിങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുന്ന സഖാക്കളും സുഹൃത്തുക്കളും പാർട്ടിക്കാരും ഉള്ളപ്പം ഈ രാജ്യത്ത് പകലും രാത്രിയും ജനത്തിന് തിരിച്ചറിയാതായിപ്പോവും. കൊലയും സംരക്ഷണവും തിരിച്ചറിയാതായിപ്പോവും. വെടിവെക്കുന്നതും സംരക്ഷിക്കുന്നതും തിരിച്ചറിയാതായിപ്പോവും. അങ്ങനത്തെ ഒരു വലിയ വിഷമസന്ധിയിലാണ് കേരളം നിൽക്കുന്നത്. കേരളത്തിലും ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളി ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, അതാണ് നമ്മൾ പറയുന്നത് ജനാധിപത്യത്തെക്കുറിച്ച്. പക്ഷേ ഇവിടെ ജനങ്ങൾ അപ്രസക്തരായിക്കൊണ്ടിരിക്കുകയാണ്. അധികാരമോഹികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ, അധികാരത്തിന് മുകളിൽ കയറിയിരിക്കുന്ന ഭരണാധികാരികൾ, കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം ചേർന്ന് നമ്മുടെ നാടിനെ കൊള്ളയടിക്കുകയാണ്, വെള്ളരിക്കാപട്ടണമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ജനാധിപത്യത്തെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ കൊല ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നത് നമ്മുടെ വലിയ സംസ്കാരത്തെയാണ്, നമ്മുടെ മഹത്തായ രാജ്യത്തെയാണ്, നമ്മുടെ ജനങ്ങളെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് തടയപ്പെട്ടേ തീരൂ. ഇതിനെതിരെ ശബ്ദമുയരുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.